ഇപ്പം നിങ്ങൾ എന്നെ ഒരു അടി അടിക്കുക, ഞാൻ പറയുന്ന പോലെ അങ്ങനെയല്ല, അത് കറക്റ്റാ പോയിന്റാ. അപ്പം ഈ വലത്തെ സ്റ്റെപ്പ് കയറി വലത് കഴിക്കടിക്കുക, പിന്നെ ഇടത് സ്റ്റെപ്പ് കയറി ഇടത് കഴിക്കടിക്കുക. അപ്പോൾ ഇത് രണ്ടടിയും സ്റ്റെപ്പ് കയറി വേണം. ഏത് കൈ കൊണ്ട് അടിക്കുന്നു ആ സ്റ്റെപ്പ് കയറി ഇരിക്കണം. ബാവുകൊണ്ടിനെ അടിച്ച് ഇടാൻ പോവുകയാണ് അപ്പൂപ്പൻ. അപ്പൂപ്പൻ ഞാൻ പറയുന്നത് അപ്പൂപ്പൻ കളതയാശാനായതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് ആ അടി തടയുക, എന്നിട്ട് സൈഡ് ഒഴിഞ്ഞ് നിൽക്കണം. അപ്പം ആ കാല് കയറി ആ കൈ കൊണ്ട് അടിക്കണം. ആ അടി നമ്മൾ അടിച്ച് അങ്ങോട്ടും കളയുക. എന്നിട്ട് വലത്തെ കൈ കൊണ്ട് വീണ്ടും ആ അടി തിരിച്ച് പിടിക്കുക. പിടിച്ച് ഒരിടി കൊടുക്കുക. ഒരിടി കൊടുക്കുക. വീണ്ടും വലത്തെ കൈ കൊണ്ട് കയറി അടി പോലെ ആ അടി നമ്മൾ പിടിക്കുക. പിടിച്ച് ഈ കൈ തിരിച്ച് നിർത്തി ഒരിടി കൊടുക്കുക. പിന്നെ വീണ്ടും അടി വലത്ത് കൈക്ക് ആ അടി പിടിച്ച് നമ്മൾ അവിടെ ഇരുത്തുക. അല്ലാതെ നല്ല ഭയങ്കര ഒരു മർമ്മമാണ് കേട്ടോ. നമുക്ക് മരുവള അപ്പം പിടിച്ച് തിരിച്ചു കളയും. അത് നമുക്കറിയാം. ഇവിടെ വന്നിട്ടുള്ള അപ്പം വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പം 105ാമത്തെ വയസ്സിലും ഇത്രയും നല്ല രീതിയിൽ ആയോധനകളാണ്, ഓർമ്മശക്തി നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചെറുപ്പാലത്തിൽ നമുക്കറിയാമല്ലോ. അല്ലെ മതി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മതി. അപ്പനോട് കൂടുതൽ ചെയ്യിപ്പിച്ച അവരല്ലേ. മതി മതി. ഒരുപാട് സന്തോഷം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആൾക്കാർ, ആയോധനകലയുടെ ഏറ്റവും അഭ്യാസിയാണ്. 105 വയസ്സുകൊണ്ട് ജീവാസന അപ്പൂപ്പൻ. എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവാസന അപ്പൂപ്പൻ ഞാൻ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരക്കല്ല. എല്ലാവർക്കും അറിയാം ജീവാസന അപ്പൂപ്പനെ കുറിച്ച്. ആയോധനകൾ അറിയാം. കളരി ആശാനാണ്. 105 വയസ്സായല്ലേ പോവാ. 5 മാർഷൽ ആർട്സും കരോട്ടെ ആയോധനകളൊക്കെ അറിയുന്നവർക്ക് അപ്പൂപ്പൻ എന്നും ഒരു അഭിമാനമാണ്. അല്ലെങ്കിൽ 105 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ എന്റെ അറിവിൽ വേറൊരു സിറ്റിസൺ ഇല്ലെന്നാണ് തോന്നുന്നത്. സുഹിത്തിനെ ഒരു പരിപാടി ഒന്ന് കാണിച്ചാറേ. ഇന്ന് കളഞ്ഞ ഒരു സംഭവം ഒരു ആയോധന കലയെന്ന് ഈ പ്രായത്തിലും അടി കൊടുക്കണമെങ്കിലേ നമ്മുടെ ജീവാസപ്പന് 104 വയസ്സുണ്ട്. അദ്ദേഹം ഒരു കളരി ആശാനാണ്. അദ്ദേഹത്തെ ആളുകൾക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വന്നതാണ്. അതും സുഹിത്താണ് കൊണ്ടുവന്നത്. സുഹിത്താണ് അദ്ദേഹത്തെയും ഈ മീഡിയയിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തത്. ഇപ്പം നമ്മുടെ അപ്പൂപ്പന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൂപ്പനെ ഒന്ന് കാണാൻ വേണ്ടി 104 വയസ്സുള്ള കളരി ആശാനായ ജീവാസന അപ്പൂപ്പന്റെ അടുത്ത് എത്തിയതാണ്. യഥാർത്ഥത്തിൽ സുഹിത്തിനെ അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് ഒരുപാടുണ്ടല്ലേ. നമുക്ക് അദ്ദേഹത്തിന് എടുത്തിട്ട് പോവാം. ഓക്കെ. നമസ്കാരം. അതെ, നമ്മുടെ ജീവദാസൻ അപ്പൂപ്പൻ നമ്മുടെ നാട്ടില് തന്നെ ഏറ്റവും എല്ലാവരും അറിയപ്പെടുന്ന കളരിയാശാനാണ്. 104 വയസ്സുണ്ട്. അവരെ ആയോധനകളൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് സുഹിത്തിനെ വല്ലതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ അത്യാവശ്യം ചില ഫൈറ്റുകളൊക്കെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 2 ഫൈറ്റ് ഒന്ന് കാണിക്കാമോ? ഇപ്പോഴും നമ്മുടെ ഉടുപ്പ് ഇട്ടോണ്ട് വന്നാ മതി. ഉടുപ്പിട്ടോണ്ട് വാ. ഞാൻ അങ്ങോട്ട് വരട്ടെ. കുഞ്ഞു വാ, ഒത്തിരി ആളായല്ലോ കണ്ടിട്ട്. എന്തുവാ ഈ എടുക്കുന്നേ? നമുക്ക് ചായ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. ആഹാരം കഴിഞ്ഞു കേട്ടോ. ആണോ? എന്തുവാ കഴിക്കുന്നേ? ഗോതമ്പിന്റെ ഞുറുക്കുപൊടി. ആഹാ. മലക്കറി ഐറ്റം ചേർക്കും. കഴിക്കും. ഇപ്പൊ എത്ര വയസ്സായി? ആരാണ്ട് പറഞ്ഞിട്ട് 90 വയസ്സെന്ന്. ആ, ബാക്കിയുണ്ടോ? എത്ര വരെ പോവും? എല്ലാ വർഷവും തിരുവോണത്തിന്റെ തന്നെ ഒരു വയസ്സ് തികയുന്നത്. കഴിഞ്ഞ വർഷമുള്ളത് ഈ കഴിഞ്ഞ ഓണത്തിന്റെ ഉത്തരാടത്തിന്റെ അന്ന് 24 തികഞ്ഞു. 24. പിന്നെ തിരുവോണത്തിന്റെ അന്ന് പോലെ 25 കയറി. അത്രയാ? 25 അല്ല, 105 കയറി. ആരാണ്ട് പറയുന്ന ഇടയ്ക്ക് കല്യാണാലോചനയൊക്കെ നടക്കുന്നെന്ന്. കല്യാണാലോചന തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ആരും ഏറ്റെടുക്കുന്നില്ല. അവര് പിന്നെ
അത് ഒരാൾ വേണം കേട്ടോ. കൂട്ടിന്. കല്യാണത്തിൻ്റെ ഈ സംസാരം നടക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? പ്രായമേറിയത് കൊണ്ട് എനിക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ പോവുകയും വേണം. വൈകിട്ട് വേവിക്കാനും ഞാൻ തന്നെ ഉണ്ടെങ്കിലേ വേവിപ്പ് നടക്കും, ഇല്ലെങ്കിൽ നടക്കത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിഗതികൾ ഒരു വീട് സംബന്ധമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഈ ആലോചന നടക്കുന്നത്. പിന്നെ പക്ഷേ പറ്റത്തില്ല, പറ്റാതിരിക്കുക ഇതുവരെ. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അതിന് ചികിത്സ പഴയ കാലത്ത് ഈ കയ്യിന് ഇതുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടേ അത് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പിന്നെ അത് ഫിസിയോതെറാപ്പി ചെയ്ത് അങ്ങനെ അത് മാറി. പക്ഷെ എന്നാലും മാറിയാലും ഒരു ഇത്ര വരെയൊക്കെ കൈ പൊങ്ങും ഇല്ലേ? മറ്റതങ്ങനെയല്ല, എന്റെ കൈ പുറകിലേക്ക് വെച്ചാൽ ഇതുവരെ പൊങ്ങുമോ? അത് പൊങ്ങില്ല. ഇത് പൊങ്ങിയിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഇത് ഭയങ്കര പെയിനും ഇതായി. അപ്പൊ ഇഞ്ചക്ഷൻ വെക്കണേന് മുമ്പേ നിങ്ങളുടെ അത് ദേഹം വിട്ടത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടേ. എവിടായിരുന്നു സ്ഥലം പറഞ്ഞേ? ഷൊർണൂരിൽ നിന്ന് എത്തിയതാണ് ഇദ്ദേഹം. ഷൊർണൂരിൽ നിന്ന് പോണം. ഷൊർണൂർ എവിടെ? ഷൊർണൂരാണ് എളുപ്പം. ഇവിടുന്ന് പോകുമ്പോ ഷൊർണൂർ വഴി വേണം പോകാൻ. എവിടാ ഇത് സ്ഥലം? ഷൊർണൂർ എന്ന് പറഞ്ഞാലും സ്ഥലം എവിടെ? ഷൊർണൂർ കഴിഞ്ഞു പോണം. അപ്പൊ അതൊന്ന് നോക്കാൻ പറ്റുമോന്ന് അറിയാനായിട്ട് വന്നേ അദ്ദേഹം. അത് ഞാൻ വേണമെങ്കിൽ നമുക്കിപ്പോ ഒന്ന് നോക്കാം. ഒന്ന് നോക്ക. അദ്ദേഹം അവിടുന്ന് വന്നേല്ലേ? അവിടുന്ന് വന്ന ശരിക്ക് നല്ല റെഡി ആയില്ലെങ്കിലും ഒന്ന് നോക്കിവിടാം. അതൊരു ശരിയാ. എന്നാ അങ്ങനെ ആട്ടെ. അത് നമുക്ക് അങ്ങോട്ട് പിന്നെ ടൗണിലേക്ക് പോയാലോ? അവിടെ ഒരു റൂം അല്ല, ഇവിടെ ഒരു കംപ്ലീറ്റ് ഒരു ഇത് നോക്കലൊക്കെ കഴിക്കാം. അതിൻ്റെതായിട്ടൊരു ഉഴിച്ചില് നടത്താൻ ഇരുത്തിക്കൊണ്ട് ഇപ്പൊ നോക്കും. അല്ല, അത് കംപ്ലീറ്റ് നോക്കുന്നതാണ്. നമുക്കൊന്ന് കംപ്ലീറ്റ് വേണമെങ്കിൽ പിന്നീട് രണ്ടാമത്തെ കാലിന്റെ ഈ രണ്ട് കാലിന്റെ മസിലിനെ ഭയങ്കര പെയിനാ, തൊടാൻ പറ്റില്ല. അതായത് നമ്മുടെ കയ്യേറ്റ് ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മള് കുത്തുന്നു ഇങ്ങനെ, അപ്പൊ ഒക്കെ പെയിനാ. അപ്പൊ അദ്ദേഹം അതാ ഇപ്പൊ അത് വെച്ച് അദ്ദേഹം ഒന്ന് നോക്കാമെന്നാ പറഞ്ഞേ. സകല സ്ഥലവും ഞാൻ ഇപ്പൊ നോക്കും. ഇപ്പൊ പുള്ളി ഒന്ന് പിടിച്ചു നോക്കട്ടെ. അല്ല, ഇവിടെ നിന്ന് അദ്ദേഹത്തിന് പറ്റുമെന്നേ. ഇവിടെ ഇരുന്നാ മതി. ആ കസേര ഇട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നാട്ട് പോലും. നമസ്കാരം. സുഹിത്തിന്റെ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബാബു ആന്റണിയെ കാണാൻ ചെന്നപ്പോ ഉണ്ടായ അനുഭവം? അങ്ങനെ ഭവനി സാറിനെ കണ്ടപ്പോ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഇതുപെട്ട മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭവനി സാറിന് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഭവനി സാറിലേക്ക് എത്തിച്ച തന്നെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആദ്യം വീഡിയോ എടുത്ത സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അനസും രതീഷ് സാറും, അങ്ങനെ ഒരുപാട് നന്മയുള്ള മനസ്സുകൾ കൂടെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് സാധിച്ചത്. കാരണം സാറിനെ കണ്ട സാറിന് ഭയങ്കര സ്നേഹമായിരുന്നു. സാറെന്ന് പറഞ്ഞ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കണ്ടെത്തിയല്ലേ പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുക, ഭയങ്കര സ്നേഹമായിരുന്നു. വലിയൊരു ഭാഗ്യമായിരുന്നു അത്. സാർ അവിടുന്ന് സെറ്റി കൊണ്ടുപോയി. അതിലോട്ട് പോയപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിങ്ങളെ രണ്ടിനെയും കൂടെ നോക്കി നിൽക്കണം. അവിടെ രണ്ടുപേരും ഗ്ലാസ് ഒക്കെ ഇട്ട്, എൻ്റെ കൂടെ സാറും ഗ്ലാസ് ഒക്കെ ഇട്ട്, ഞങ്ങളോട് ആ ഒരേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരേ രീതിയിൽ രണ്ടുപേരുടെ സെറ്റ് ചെന്ന് ഇറങ്ങുന്നതും. ആൾക്കാരെല്ലാം ഇങ്ങനെ ഭയങ്കര. നിങ്ങൾ ആദ്യം സിനിമ സെറ്റിലല്ല കാണുന്നേ? അല്ല, വേറെ എവിടെ വെച്ചാ? വേറെ പുറത്ത് വെച്ചായിരുന്നു. സെറ്റിന് പുറത്ത് വെച്ച് കണ്ടിട്ട് പിന്നെ ബാബു ആന്റണിയുടെ ഷൂട്ട് നടക്കുന്നിടത്തേക്ക് പോയി. വിളിച്ച് കൊണ്ടുപോയതാ. നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ടുപേരും ഒരുമിച്ച് ഭയങ്കര കാര്യമായിരുന്നു. അവിടെ ചെന്നപ്പോ വേറെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ അന്ന് കുറെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അന്നേരം അതിനു മുമ്പേ തന്നെ നമ്മുടെ ബൈജി ചേട്ടന്റെ ഒക്കെ ഷൂട്ട് കഴിഞ്ഞായിരുന്നു. എന്നാലും കുറെ ആക്ടേഴ്സ് അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നില്ലേ. അവിടെ ചെന്നപ്പോ അവരെല്ലാം പഴയ ഒരു ഇതിലേക്ക് നാടോടി, അതേപോലെ മാഫിയ, ചന്ത, കമ്പോളം, പ്രദേശ്, ആ ഒരു രീതിയിലേക്ക് എല്ലാരും, ഒരു ആകാംക്ഷയിലേക്ക് എല്ലാരും പോയി. എല്ലാവരുടെ കൂടി നിന്നിട്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. നമുക്ക് ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പൊ ഒരു സിനിമയിലേക്കുള്ള ചെറിയ ചാൻസുകളൊക്കെ തരാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ബാബു ആന്റണിയുടെ ചെറുപ്പം അഭിനയിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചാൻസ് ആയിരിക്കും അല്ലേ? ചാൻസ് ആയിരിക്കും. എന്തായാലും സിനിമയിലേക്കുള്ള അവസരം തരാന്നാ പറഞ്ഞേക്കുന്നത്. 100% ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എന്തായാലും സാറിനെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സാധിക്കാൻ കഴിഞ്ഞ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രതീഷ് സാറും അനസ് സാറും നമുക്ക് ഈ ആദ്യം രതീഷ് സാർ, അനസ് സാർ ആരാണ്? ഭവനി സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കള് പിന്നെ
സുഹിത്തിനെ ബന്ധപ്പെടുന്ന എങ്ങനെ ഈ ഫിഗർ കണ്ടോണ്ടാണോ? ഫീൽ അവർ വീഡിയോ ഉണ്ടോ? ഞാൻ GP എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലേ, അത് നമ്മുടെ ഒരു ദിവസം നമ്മുടെ സുഹേരിക്കയുടെ ജീപ്പിനകത്ത് എടുത്തതാണ്. അന്നേരം അത് ഇട്ട് നമ്മുടെ അഖിൽ സാറും ശ്യാം ചേട്ടനുമാണ്. ശ്യാം ചേട്ടനും അഖിൽ സാർ എന്ന് പറയുന്നത് മീഡിയ പ്രവർത്തകരാ. ഏത് ചാനലാണോ? പിന്നെ കൊല്ലം 24 ന്യൂസ്. അദ്ദേഹം എടുത്ത വാർത്ത കണ്ടാണ്. അവർ രണ്ട് അഖിൽ സാറും ശ്യാം ചേട്ടനും എടുത്ത വീഡിയോ ആണ്. ഞാൻ GP ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതാണ് ഭവാനി സാറിലേക്ക് എത്തിയത്. സാർ അന്നത് പോസ്റ്റ് ചെയ്തായിരുന്നു. അന്നേരം നമ്മള് കേരളം മൊത്തം അന്ന് ചേട്ടൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയക്കാരെല്ലാരും അത് വാർത്തയാക്കി. അങ്ങനെ TV പ്രോഗ്രാമുകൾ, കോമഡി മാസ്റ്റേഴ്സ് പോലുള്ള പ്രോഗ്രാമുകളിൽ എത്താൻ കഴിഞ്ഞു. അതൊരു ഭാഗ്യം. എന്തായാലും നമ്മുടെ അമ്മയമ്മയുടെ വീട് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. പണിയും പെട്ടെന്ന് നമ്മളെല്ലാരും കുളിപ്പിക്കാം. അതൊന്നും കുഴപ്പമില്ല, അതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് ടൗണിലേക്ക് പോവാണെങ്കിൽ ഞാൻ അവിടെ റൂം എടുക്കാം, നമുക്ക് അവിടെ കൂടാം. അപ്പൂപ്പനെ എനിക്ക് അവിടെ കൂടാം. കാലത്ത് ഞാൻ അവിടെ കൊടുത്താക്കി തരാം. നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം മറ്റെന്താ പറയാ, ഇവിടെ എന്താകുമ്പോ എനിക്കത് ഫുള്ളായിട്ട് നോക്കാം. ഒരു ഭയങ്കര അതിശയം തന്നെയാണ്. ദൈവത്തിന്റെ ഒരു ഇതെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, എന്തായാലും ഒരു വലിയൊരു ഭാഗ്യവും അനുഗ്രഹമായിരുന്നു അത് അല്ലേ. നമ്മളിപ്പോ വന്നപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള 104 വയസ്സുള്ള ഒരു അപ്പൂപ്പനുണ്ട്, ജീവകൃഷ്ണ അപ്പൂപ്പൻ. ഭവാനി സാർ ഏറ്റവും കൂടുതൽ ആയോധന കലകളിലാണ് സാർ, മാർഷൽ ആണ്. മാസ്റ്റേഴ്സ് ആണ്. 4 പറയരുത്. അഞ്ചാ 105. ഇപ്പൊ എവിടെ പോവാ ഒരുങ്ങിയിരിക്കുവാ? ഇപ്പൊ ഒരു ജോലിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുക. ഞാൻ ഷൊർണൂരിന്റെ അപ്പുറമാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെടും. ഇപ്പൊ എന്തിനാ വന്നത് ഇദ്ദേഹത്തെ? ഈ കൈക്ക് ഒരു ഭയങ്കര പെയിന്. ഞാൻ അപ്പൂപ്പന്റെ ഒരു പിന്നെ യൂട്യൂബ് കണ്ടായിരുന്നു മുമ്പ്. പിന്നെ മർമ്മൊക്കെ അറിയാം. അദ്ദേഹം പിന്നെ 1-2 ആൾക്കാരെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്റെ ഈ കൈയിന്റെ ഈ പെയിന് വന്നപ്പോഴേ അത് പുറകിലോട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ വല്ലാതെ വയ്യ. അപ്പൊ അതൊന്നും അദ്ദേഹത്തെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് പോകുന്നതാണ്. ഓക്കെ, ഷൊർണൂരിൽ നിന്ന് എത്തിയതാണ്. ഇന്നിപ്പോ അപ്പൂപ്പനെ ഹോട്ടലിൽ കൊണ്ടുപോയി ഇത് ചികിത്സിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യിക്കാച്ചിട്ടാണ് ഞാൻ. ഓക്കെ, കാരണം അദ്ദേഹത്തിന് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. റൂമിലേക്ക് ഒരു റൂം സെറ്റിൽ ആക്കിയിട്ടേ. ശരി കംപ്ലീറ്റ് ചെയ്യിക്കാച്ചിട്ടാ. ഓക്കെ, പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര കാര്യമായിരുന്നു. അപ്പൂപ്പനെ ബാബു ആന്റണി അറിയാവോ? ബാബു ആന്റണി ആരാന്ന് അറിയാവോ? പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമ നടനാന്ന് അറിയാം ബാബു ആന്റണി. ശരി. അതെ, അവര് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് മെയിനായിട്ടുള്ള എല്ലാ നടന്മാരുടെയും പടം നമ്മൾ കാണുന്നില്ലേ? കാണുന്നു. അങ്ങനെ എല്ലാരെയും ഇച്ചിരിച്ചറിയാം. അറിയാം. സിനിമ വല്ലതും കണ്ടിട്ടുണ്ടോ? ബാബു ആന്റണിയുടെ സിനിമ വല്ലതും കണ്ടിട്ടുണ്ടോ? സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ. തിരക്കടില്ല. ഈ ചെറുക്കനെ കണ്ട അതേപോലെ ഇരിക്കുവാന്നോ? ബാബു ആന്റണിയുടെ കണക്ക് ഇരിക്കുവാന്നോ ഈ ചെറുക്കനെ കണ്ട? പിന്നെ തല അതുപോലെ തന്നെ. ബെസ്റ്റ്. ഓക്കെ. മറ്റേതിനും കുറച്ച് മുടിയൊക്കെ വളർത്തിയിടുന്നത് ഇഷ്ടമുള്ള കാണിച്ചിട്ടുള്ള അതുപോലെ ഇദ്ദേഹം ഉണ്ട്. ഓക്കെ. താങ്ക്സ്.